ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി മീനച്ചാറാണ്. മീനച്ചാറ് ഏത് തരം മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നാൽ അത് ടേസ്റ്റി ആവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, അത് കേടാകാതിരിക്കണമെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ആദ്യമേ തന്നെ മീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നല്ല ദശക്കട്ടിയുള്ള മീനാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അച്ചാർ കഴിക്കാനായിട്ട്. മുള്ളില്ലാത്ത തരം കഷ്ണങ്ങൾ വേണം നമ്മൾ നുറുക്കിയെടുക്കാനായിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീൻ പാര എന്ന് പറയുന്ന മീനാണ്. ഇതിനകത്ത് തന്നെ നെയ്മീൻ പാര ആൺമീനും ഉണ്ട്, പെൺമീനും ഉണ്ട്. അതിൽ അച്ചാറിടാനായിട്ട് ആൺമീനാണ് നമ്മൾക്ക് കൂടുതൽ നല്ലത്. പെൺമീനാണെങ്കിൽ അതിൻ്റെ ദശ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ കാണുന്നത് നെയ്മീൻ പാര ആൺമീനാണ്. വലിയ മീനുകളാകുമ്പോൾ സാധാരണ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കാറ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ അച്ചാറിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് പാകത്തിന് അവർ കട്ട് ചെയ്ത് തരും ചെയ്യും. തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ മീഡിയം സൈസിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1 കിലോ ആണ് കട്ട് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ്. മീൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ കഴുകിയെടുക്കുക. ഇത് നെയ്മീനിനേക്കാളും ഒരുപാട് വില കുറവാണ്. അതേസമയം നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണിത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് വീണ്ടും കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി പുരട്ടി വെച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുക. എന്നിട്ട് രാവിലെ നമ്മൾക്ക് വറുത്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീനെല്ലാം നുറുക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് 1 കിലോ. അപ്പം ഇതിനകത്ത് മുള്ളോ ഒന്നുമില്ല. അങ്ങനത്തെ പീസുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഉപ്പൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ശരിയാക്കി എടുക്കാനുണ്ട്. 1 കിലോ മീനിലേക്ക് 100 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി 100 ഗ്രാം, വെളുത്തുള്ളി 100 ഗ്രാം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അത് ചതച്ചെടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ പച്ചമുളക് 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് പേസ്റ്റായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ മീൻ വറക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ നമ്മളിത് ഉണ്ടാക്കിയാലാണ് ഇത് കേടാകാതിരിക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ കേടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ മീൻ വറക്കാനായിട്ട് യൂസ് ചെയ്താൽ അതേ എണ്ണ തന്നെ അച്ചാർ ഉണ്ടാക്കാനും യൂസ് ചെയ്യാം. ഇനി മീൻ ഇടുമ്പോൾ പരത്തി വേണം ഇടാനായിട്ട്. ഒന്നിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എല്ലാം സ്പ്രെഡ് ആക്കി ഇട്ട് കൊടുക്കുക. അപ്പോഴാണിത് കുറച്ചും കൂടെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, മീൻ ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കരുത്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കുക. മസാലയെല്ലാം മീനിൻ്റെ മുകളിൽ നല്ലപോലെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോഴായിരിക്കും എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടുന്നത്. നമ്മൾ സാധാരണ മീൻ വറക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇത് ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് അച്ചാർ കൂടുതൽ നാൾ കേടാകാതിരിക്കുക. ഏകദേശം 8 തൊട്ട് 10 മിനിറ്റ് വരെ നമ്മൾക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോഴത്തേക്ക് മീനെല്ലാം ഇതേപോലെ ഫ്രൈ ആയി കിട്ടും. ഇനി നമ്മൾക്ക് ആദ്യത്തെ ട്രിപ്പ് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മീനും കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എണ്ണയിൽ അടിഭാഗത്ത് പിന്നെ കരിഞ്ഞ പോലെ ചിലപ്പോൾ കാണും. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അടിഭാഗത്ത് കരിഞ്ഞ പോലെ കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം മീനെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇത് സാധാരണ മീൻ വറക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫ്രൈ ആക്കിയിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു മൺചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത അതേ എണ്ണയിൽ നിന്ന് തന്നെ 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീൻ ഫ്രൈ ചെയ്യാൻ നോൺ സ്റ്റിക്കാണ് എപ്പോഴും നല്ലത്, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അച്ചാറിനകത്ത് നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ അച്ചാർ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. മീൻ വറുത്ത എണ്ണയതുകൊണ്ട് ഓൾറെഡി നല്ല ചൂടുണ്ടായിരിക്കും. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ പൊടി നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കും. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെളുത്തുള്ളി ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൂടായിട്ടാണ് ഇപ്പം എണ്ണ ഇരിക്കുന്നത്. 100 ഗ്രാം വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലായിരിക്കും. ഇനി വേണ്ടത് ഇഞ്ചി ചതച്ചതാണ്. അതും 100 ഗ്രാം തന്നെ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. 10 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ വെള്ളമയം നന്നായിട്ട് പോകണം. അപ്പോഴാണ് നമ്മളുടെ അച്ചാർ കൂടുതൽ നാൾ കേടാകാതിരിക്കുക. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മൾ നേരത്തെ മീനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് അത് വറുത്തത്. ഇപ്പം അച്ചാറിനകത്തോട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ വെള്ളമയം പോകുന്നവരെ നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പം ഇതിവിടെ 1/4 ഭാഗത്തോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടെ ഫ്രൈ ആക്കി എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാർ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കുറച്ചധികം ഫ്രൈ ആക്കി എടുക്കുന്നത്. മീനും കുറച്ചധികം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് നമ്മൾക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇത് മൺചട്ടിയാണ്, അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോഴെല്ലാം ഗ്യാസ് ഓഫായിട്ടാണ് ഇരിക്കുന്നത്. ചട്ടി ആയതുകൊണ്ടാണ് എണ്ണ ഇത്രയും ചൂടായിട്ടിരിക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. 4 ടേബിൾ സ്പൂൺ ഉണ്ട് എല്ലാം കൂടെ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം 5 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഇനി ഇതിനകത്തോട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം തീ കൂട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തിളയ്ക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവായിരിക്കും. പുളിയും കൂടെ വരുന്നത് കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഉപ്പ് ആവശ്യം വരും. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. അച്ചാറാകുമ്പോൾ കുറച്ച് ഉപ്പുണ്ടായിരിക്കും. എന്നാലും ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീനാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. മീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് വേണം നമുക്കിനി ഇത് ഓഫ് ചെയ്യാനായിട്ട്. മീനച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2-3 ദിവസം ഈ മീനച്ചാർ ഇതേ ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് ഇത് പിടിക്കാനായിട്ട് നല്ലത്. അതിനുശേഷം മാത്രം നമ്മൾ ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം. വെള്ളമയം തീരെ ഇല്ലാത്ത ചെറിയ ഗ്ലാസ് ബോട്ടിൽസാണ് മീനച്ചാർ ആക്കി വെക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ വെള്ളമയം തീരെ ഇല്ലാത്ത സ്പൂൺ വേണം യൂസ് ചെയ്യാനായിട്ട്. വലിയ ഗ്ലാസ് ബോട്ടിലിൽ കുറേയധികം ക്വാണ്ടിറ്റി ഒരുമിച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ അത് കേടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ചെറിയ ഗ്ലാസ് ബോട്ടിൽസിലാക്കി വെക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ അച്ചാർ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ വിനാഗിരി ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. നമ്മളിവിടെ എത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ വിനാഗിരി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പ് എപ്പോഴും ഒന്ന് കുറയും. അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇപ്പം നമ്മളുടെ മീനച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് 2-3 ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് വരിക. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെറിയ ഗ്ലാസ് ബോട്ടിൽസിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുക. നമ്മൾ ഈ അച്ചാറും ഉണ്ടാക്കി അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. കാരണം മീനിനകത്തേക്ക് വിനാഗിരിയെല്ലാം നല്ലപോലെ പിടിച്ച് കാണും. അതുകൊണ്ട് ഒരുപാട് ചാറ് കാണത്തില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേടാകാത്ത രീതിയിൽ നമ്മൾക്ക് മീനച്ചാർ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്